എന്താ അത് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത്. അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയാൻ തയ്യാറാണ്. ഒരാൾ പറയും ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല. ഒരുപാട് അതൊക്കെയാണ് കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം നിങ്ങളാരും ചോദിക്കാത്തെന്താ, ഏറ്റെടുക്കാത്തെന്താ? ഞാൻ പറയാ, ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാ, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളിൽ നിന്ന് നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പറ്റിയ ഒരു മഹാനായ ഒരാളാണ്. അപ്പം അതുകൊണ്ട് അങ്ങ് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിൻ്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കിതിൽ പങ്കിടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ. അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? അതിൽ അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് കൂടെ പോയ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ എത്തി? നമുക്കാർക്കെങ്കിലും അവിടെ എത്താൻ കഴിയും? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അതൊക്കെ വിസ്മരിച്ച് കളയുന്നത് എന്തിനാ? അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ട് എന്നുള്ളതല്ല. ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു? അതാരെത്തിച്ചു? എത്തിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ കളവ് പറഞ്ഞ് ധരിപ്പിക്കാൻ വേഗം കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ? ഒരു ശരി ചെയ്ത് ജനങ്ങളെ അംഗീകാരം വാങ്ങാൻ കുറച്ച് സമയം എടുത്തുനിന്ന് വരും. അതിക്കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രചരണ മികവ് അവർക്കാണ്, പ്രചരണ മികവ് LDF ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും നമ്മൾ പറയാനില്ല. ഇവിടെ പ്രചരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇലക്ഷനിലേക്ക് വരാൻ പോകുകയാണല്ലോ. ഇല്ല, അതല്ല. അതിനെ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ പ്രോസസ്സാണ് ഭരണം എന്നുള്ളത്. അത് ഓരോ ഘട്ടത്തിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഇനി അത്തരം പ്രശ്നം പരിഹരിക്കാനല്ലേ? ഇനിയും പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. തീർച്ചയായും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് കൂടുതൽ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും സ്വീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം.
അത് CPM. അത് നിങ്ങളുടെ വിവരം. എൻ്റെ അടുത്ത് ആ വിവരമില്ല. എൻ്റെ അടുത്തുള്ള വിവരം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതിയിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ സ്വന്തം വീട്ടിൽ അച്ഛനും മക്കളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമായിരിക്കും. ആണോ? എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. അതുകൊണ്ടൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടി എന്താ അഭിപ്രായം പറഞ്ഞെന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് 11 പാർട്ടികളുണ്ട്. ഓരോരുത്തരും വ്യക്തിത്വമുള്ള പാർട്ടിയാണ്, വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നവരാണ്. അതെല്ലാം ചർച്ച നടത്തിയ ഒരു പൊതു നിലപാടിൽ ഞങ്ങൾ എത്തുന്നു. അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നിലപാടായിട്ട് പറഞ്ഞത്. ഓരോ പാർട്ടി എടുത്ത നിലപാടാണോ ഇടതുപക്ഷ ജനാധിപത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 11 പാർട്ടികളുടെയും നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമായിട്ട് പറയുന്നത്. 140 മണ്ഡലത്തിലേക്കാണ് ഇലക്ഷൻ. അല്ല, 110 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അതൊരു കാൽക്കുലേഷന്റെ ഭാഗമാണ്. ഞാൻ പറയുക 140 സീറ്റിലും ജയിക്കാൻ കഴിയണമെന്ന്. 140 സീറ്റിലും ജയിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകും. 110 ജയിക്കാൻ 110 ജയിച്ചോട്ടെ, ഇനി 100 ജയിക്കുന്നത് ജയിച്ചോട്ടെ, അതൊന്നും പ്രശ്നമില്ല. എങ്ങനെ? എന്ത് പദ്ധതി? എന്ത് പദ്ധതി? ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. CM-ന്റെ ആഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനല്ലല്ലോ പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. മുന്നണിയിൽ അങ്ങനെ എത്ര സീറ്റ് എങ്ങനെയാന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ വിഷമിപ്പിക്കല്ല. മുന്നണിക്കകത്ത് ഓരോ പാർട്ടിയിലും ഓരോ സീറ്റ് വിഭജനം ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇത്ര സീറ്റ് ജയിക്കുന്നു? ഒരു ഇലക്ഷന്റെ ഇനി ഞാൻ പറയില്ല കേട്ടോ, ഇനി ഞാൻ പറയില്ല.